പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ട ദൈവജനമേ, ദാ കിങ്ഡം ഓഫ് ഗോഡ് എന്ന ദൈവരാജ്യ ശുശ്രൂഷയിലേക്ക് നമ്മളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് ക്ഷണിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ഒരല്പസമയം ദൈവസന്നിധിയിൽ നന്നായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ അഭിഷേകം ഈ ശുശ്രൂഷ സമയത്ത് നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വളരെ പ്രത്യേകിച്ച് ഈ ശുശ്രൂഷ സമയം നമ്മുടെ മക്കളെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കാരണം ഈ കാലഘട്ടത്തിൽ അനേക മാതാപിതാക്കൾ മക്കളെ ഓർത്ത് വല്ലാണ്ട് സങ്കടപ്പെടുന്നുണ്ട്. എൻ്റെ മാതാപിതാക്കളെ, നിങ്ങൾക്ക് മക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയാണ്. ഈ ശുശ്രൂഷ സമയത്ത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള നമുക്കെല്ലാവർക്കും നമ്മുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും പ്രത്യേകിച്ച് അടുത്ത തലമുറകളിലൂടെ സംഭവിക്കപ്പെടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സാധിക്കുന്ന എല്ലാവരും നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചു, യേശുവേ, എൻ്റെ കുടുംബത്തിൽ അത്ഭുതകരമായ അങ്ങ് പ്രവർത്തിക്കണമേ. എൻ്റെ കുടുംബ അംഗങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവെ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ. കണ്ണുകളടച്ച് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന സമയത്ത് മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെ മനസ്സിൽ കണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളായിരിക്കുന്ന ജീവിതാവസ്ഥ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തണമേ. ഞങ്ങളെ പീഡിപ്പിക്കുന്ന തിന്മയുടെ നാരക ശക്തികൾ ഞങ്ങളെ വിട്ടു പോകുവാൻ ഓ പരിശുദ്ധാത്മ ശക്തി ഞങ്ങളുടെ ബുദ്ധിയിലും ചിന്തയിലും ആലോചനയിലും തീരുമാനങ്ങളിലും ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ വഴികളിലും പ്രവർത്തിക്കുവാൻ കരങ്ങൾ ഉയർത്തി സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ദൈവത്തിന്റെ ആത്മശക്തിയെ ഞങ്ങളിലേക്ക് പകർന്നു വരണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ശക്തിപ്പെടുത്തണമേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളിലേക്കും പരിശുദ്ധാത്മാഭിഷേകം വെളിപ്പെടട്ടെ. ആരാധന, ആരാധന, ആരാധന. കയ്യെ കടിച്ച് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ. കർത്താവേ, അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, ചേർന്ന് പ്രാർത്ഥിച്ചു. അനുദിനം ആരാധിപ്പാൻ. കർത്താവേ, അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് അഭിഷേകം പകർന്നിടുക, നമ്മുടെ കുടുംബത്തിലേക്ക് ശക്തി പ്രാപിക്കുവാൻ. മക്കളുടെ ജീവിതത്തിലേക്ക് അഭിഷേകം പകർന്നിടുക, വലിയ അഭിഷേകം പകരട്ടെ. ശക്തി പ്രാപിക്കുവാൻ. ആമേൻ, ആമേൻ. അന്ധകാര ശക്തികളെ ഓ ദൈവമേ, ഞാൻ ആ കൃപയാ. ഓ കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. അന്ധകാര ശക്തികളെ ദൈവമേ, ജയിക്കും ഞാൻ ആ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തുന്ന സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത് ഈ കാലഘട്ടത്തിലെ എല്ലാ തിന്മയും അതിജീവിക്കാനുള്ള കൃപ നൽകി ഞങ്ങളുടെ തലമുറയെ ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. ഓ ദൈവത്തിന്റെ ആത്മാവേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. നാമം തുറന്ന് ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ. ഓ ദൈവത്തിന്റെ ആത്മാവേ, ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് തന്നെ കാണപ്പെടുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സന്തോഷത്തോടെ ഈ ദൈവരാജ്യ ശുശ്രൂഷയിലേക്ക് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കൈകൾ കൂപ്പി സന്തോഷത്തോടെ പറഞ്ഞ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങളുടെയൊക്കെ അടുത്ത് നിങ്ങളുടെ മക്കള്, നിങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിൽ അവരൊന്ന് അടുത്തോട്ട് വിളിച്ചേ. എന്നിട്ട് ഈ ശുശ്രൂഷ സമയത്ത് ഒരല്പസമയം നമുക്ക് ഒരുമിച്ച് ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കാം. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മുഖത്ത് ഈശോയെ കണ്ടുകൊണ്ട്, പ്രത്യേകിച്ച് മക്കളെ ഒന്ന് ചേർത്ത് വിളിച്ച് അടുത്തിരുത്തിക്കേ. എന്നിട്ട് അവരോടൊന്ന് പറഞ്ഞേ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സന്തോഷത്തോടെ ഇരിക്കാം. നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ ഇരുന്ന് ഈ വചന ശുശ്രൂഷ, ദൈവത്തിൻ്റെ ആത്മാവ് ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സമയത്ത് എന്നോടും നിന്നോടും ചില കാര്യങ്ങൾ പഠിപ്പിക്കും.
അപ്പം നമ്മൾ ആ വചനം പഠിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് സമ്മാനിക്കുന്ന അതിസുന്ദരമായ വചനം, അത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം, സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 2 വേഴ്സ് 52, 2-ാം അധ്യായം 52-ാം തിരുവചനം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം. ബൈബിൾ തുറന്നേ ബൈബിൾ തുറന്നേ. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 52-ാം തിരുവചനം. 52-ാം തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു: യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. ഇതാണ് വചനം. പ്രിയപ്പെട്ടവരെ, എനിക്കും നിനക്കും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ശക്തമായൊരു വചനമാണ് ഇതിലുള്ളത്. യേശു എങ്ങനെയാണ് വളർന്നത്? നമ്മളൊക്കെ വളരുമല്ലേ? ഒരുപക്ഷെ പ്രായമുള്ളവരൊക്കെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചേ, ഈ വചനം എത്ര പ്രായമുണ്ടെങ്കിലും നിന്നോടും എന്നോടും അതിശക്തമായ ചില കാര്യങ്ങൾ ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നുണ്ടെന്ന്. ലൂക്കാസ് വിശേഷം 2-ാം അധ്യായം 52, യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. 4 കാര്യങ്ങൾ. ഒന്നാമത്തെ എന്താ? യേശു ജ്ഞാനത്തിൽ വിസ്ഡം, ജ്ഞാനത്തിൽ വളർന്നു. ജ്ഞാനത്തിലും പ്രായത്തിലും, ഇൻ ഇയേഴ്സ് അല്ലേ, പ്രായത്തിൽ വളർന്നു. 3-ാമത്തെ കാര്യം ദൈവത്തിൻ്റെ പ്രീതിയിൽ. 4-ാമത്തെ കാര്യം മനുഷ്യരുടെ പ്രീതിയിൽ ഈശോ വളർന്നു. അതായത് ഈ കാലഘട്ടത്തിലെ തലമുറകൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈശോയെക്കുറിച്ച് വചനം എഴുതിയിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒത്തിരി മാതാപിതാക്കൾ സങ്കടത്തോടെ ധ്യാന മന്ദിരങ്ങളിലും കൗൺസിലിങ്ങിനൊക്കെ വരുമ്പോൾ അവർ പറയുന്ന ഏറ്റവും വലിയ സങ്കടം അവരുടെ മക്കളെക്കുറിച്ചാണ്. ഇപ്പം തന്നെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേക മാതാപിതാക്കളല്ലേ, എന്തോരം പേരുടെ ഉള്ളിലാണ് സങ്കടമുള്ളേ. കഴിഞ്ഞ ദിവസം ഒരു അമ്മ വന്ന് കരഞ്ഞുകൊണ്ട് പറയൂ, അച്ഛാ എൻ്റെ മോനുണ്ടല്ലോ 10ാം ക്ലാസ് വരെ ഓൾട്ടർ ബോയ് ആയിരുന്നു, അൾത്താര ശുശ്രൂഷകനായിരുന്നു. അച്ഛാ ഇപ്പം ഇവൻ്റെ കോലം കണ്ടോ, പള്ളി കയറത്തില്ല എന്ന് മാത്രമല്ല തലമുടിയൊക്കെ നീട്ടി. അച്ഛാ ഈ കോലം കണ്ടോ, ഒരു പ്രത്യേക അവസ്ഥയാണ്. അച്ഛാ ഇവന് ഞാൻ എന്നതാ ചെയ്യണ്ടേ? ഒരു അമ്മയുടെ സങ്കട, എന്നതാ ചെയ്യണ്ടേ? അച്ഛാ ഇവനുണ്ടല്ലോ ഇപ്പോൾ തർക്കുത്തരം പറയുന്നു. അച്ഛാ തർക്കുത്തരം പറയുന്നു. അച്ഛാ പിടിച്ചിട്ട് കിട്ടുന്നില്ല, പള്ളിയിൽ കയറുന്നില്ല. പണ്ട് പള്ളിയിൽ അൾത്താരെ കയറിക്കൊണ്ടിരുന്ന ചെറുക്കൻ ഇപ്പോൾ പള്ളിക്കകത്ത് കയറുന്നില്ലെന്ന്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അനേക വീടുകളിൽ ഇത് തന്നെ അവസ്ഥ. മക്കൾ പറഞ്ഞിട്ട് കേൾക്കുന്നില്ലെന്ന്, അവരുടെ സ്വഭാവം മൊത്തം അങ്ങോട്ട് മാറിയെന്ന്. ആരെ കുറ്റം പറയാൻ? ചിലർ കൊറോണനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ. കഴിഞ്ഞ ദിവസം മറ്റൊരു മാതാപിതാക്കൾ വന്നപ്പോൾ അവർ പറഞ്ഞു, അച്ഛാ ഇവൻ്റെ കുഴപ്പമല്ല, കൊറോണയുടെ കുഴപ്പമാണ്. ഞാൻ ചോദിച്ചു, കൊറോണയുടെ കുഴപ്പമോ? അതെ അച്ഛാ, കൊറോണ കാലത്തല്ലായിരുന്നോ സ്കൂളിലൊന്നും പോകാൻ പറ്റിയില്ല അച്ഛാ, അതുകൊണ്ടേ മനുഷ്യരോടൊന്നും പെരുമാറാൻ അറിയത്തില്ല അച്ഛാ, വീട്ടിൽ തന്നെ അടച്ചു മൂട്ടിയിരിക്കുമല്ലായിരുന്നോ, അതുകൊണ്ടേ മര്യാദയ്ക്കൊന്നും ആളുകളോട് സംസാരിക്കാനൊന്നും അറിയത്തില്ല. ചോദിച്ചു വന്നപ്പോൾ ചെറുക്കനിപ്പോൾ +2 എത്തി, വായിക്കാൻ അറിഞ്ഞുകൂടാ, ഒരക്ഷരം വായിക്കാൻ, മലയാളം അറിയത്തില്ല, ഇംഗ്ലീഷും അറിയത്തില്ല, ഒന്നും അറിയത്തില്ലെന്ന്. പ്രിയപ്പെട്ടവരെ, അവർ കുറ്റം പറയുന്നത് കൊറോണനെയാണ്. കൊറോണ കാലഘട്ടത്തായിരുന്നു, അതുകൊണ്ട് മര്യാദയ്ക്ക് പഠിക്കാൻ പറ്റിയില്ല. ശരിയാണ്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആ കാലഘട്ടത്തിൽ പലതരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനെ കുറ്റം പറഞ്ഞ് ജീവിച്ചാൽ മതിയോ? ഈ തലമുറ വളരുമ്പോൾ എങ്ങനെ വളരണമെന്ന് വചനം നമ്മളെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈശോ എങ്ങനെ വളർന്നു? ഇതാണ് നമ്മുടെ ചോദ്യം. ഈശോ എങ്ങനെയാണ് വളർന്നത്? 30 വയസ്സ് വരെ അല്ലേ, 30 വയസ്സ് വരെ ഈശോയുടെ വളർച്ച എങ്ങനെയായിരുന്നു? 30ാമത്തെ വയസ്സ് തൊട്ട് 33 വരെ തിരുവചനത്തിൽ കൃത്യമായിട്ട് ഈശോയുടെ പരസ്യ ജീവിത കാലഘട്ടത്തെ കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പം ചോദ്യം, അതിന് മുമ്പുള്ള കാലഘട്ടം എങ്ങനെയാണ് വളർന്നത്? ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 40-ാം തിരുവചനത്തിൽ വചനം പഠിപ്പിക്കുന്നു, ശിശു വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ശക്തനായി, ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. 12 വയസ്സ് വരെ എങ്ങനെ ഈശോ ജീവിച്ചു എന്ന് ചോദിച്ചാൽ വചനം പഠിപ്പിക്കുകയാണ്, ശിശു വളർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണമൊക്കെ കഴിച്ച് വളർന്നു. വെറുതെ അല്ല ഒരു വളർച്ചയല്ലെന്ന്.
ശിശു വളർന്നു, ജ്ഞാനം നിറഞ്ഞു, വിസ്ഡം നിറഞ്ഞു, ജ്ഞാനം നിറഞ്ഞു, ശക്തനായി. ശാരീരികമായി മാത്രമല്ല, ആത്മീയനായി ശക്തനായി. ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് വായിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെ എങ്ങനെ ജീവിച്ചു? പ്രാർത്ഥിക്കുന്ന പല മക്കളും അല്ലേ, 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെ നീ എങ്ങനെ ജീവിക്കണം, എങ്ങനെയാണ് ജീവിതത്തിൽ നമുക്ക് വളരേണ്ടത്, തലമുറ എങ്ങനെ രൂപപ്പെടണം? വചനം പഠിപ്പിക്കുന്നു, ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളരണം. ജീസസ് ഇൻക്രീസ്ഡ് ഇൻ വിസ്ഡം ആൻഡ് ഇൻ ഇയേഴ്സ് ആൻഡ് ഇൻ ഡിവൈൻ ആൻഡ് ഹ്യൂമൻ ഫേവർ. ജ്ഞാനത്തിൽ വളർച്ച. ഒന്നാമത്തെ കാര്യം ജ്ഞാനത്തിലുള്ള വളർച്ച. ഇന്നത്തെ നമ്മുടെ വളർച്ച യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാം റീൽസിലും അല്ലേ. നമ്മുടെ മക്കളൊക്കെ മൊബൈൽ ഫോൺ നന്നായിട്ട് സുന്ദരമായിട്ട് ഉപയോഗിക്കാൻ അറിയാം. മൊബൈൽ ഫോണിൽ ഗെയിമുകളൊക്കെ അവർക്ക് നന്നായിട്ടറിയാം. ടെക്നിക്കലി അവർ ഈ തലമുറയിലെ സുന്ദരമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. അവരുടെയൊക്കെ സ്വഭാവ രീതികളിൽ അവർക്ക് അനുഗ്രഹപരമായ ഒത്തിരി കാര്യങ്ങളുണ്ട് അല്ലേ. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളൊക്കെ ഒന്ന് കേട്ട് നോക്കിക്കേ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എത്ര പേർക്ക് നന്നായിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അറിയാം? നിങ്ങളുടെ മക്കളുടെ കയ്യിലോട്ടൊന്ന് കൊടുത്തേ, അവർ ഉപയോഗിക്കുന്ന രീതി കണ്ടിട്ടുണ്ടോ? അല്ലേ. അവർ പഠിക്കുന്ന കാര്യങ്ങൾ, അവർ ചിന്തിക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ അതുക്കുമേൽ അല്ലേ. കാലം മാറി തലമുറയിൽ വലിയ വ്യത്യാസം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പല മാതാപിതാക്കളും പണ്ടത്തെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇപ്പോഴും മക്കളെ ഉപദേശിച്ചുകൊണ്ടിരിക്കുക അല്ലേ. എന്താ ഉപദേശം? കഴിഞ്ഞ ദിവസം ഒരു അപ്പൻ ഉപദേശിക്കുന്നുണ്ട് മകനോട്, എടാ നിനക്കറിയാമോ, നിൻ്റെയൊക്കെ പ്രായത്തിൽ ഞാനൊക്കെ എന്തോരം വിഷമിച്ചിട്ടുണ്ടോ നിനക്കറിയാമോ? ഈ പറയുന്ന അപ്പൻ വളർന്നത് 12 മക്കളുള്ള കുടുംബത്തിൽ വളർന്ന അപ്പനാ. ഈ അപ്പൻ ഇപ്പോൾ ഒരു മകനേ ഉള്ളൂ. ഈ അപ്പൻ വളർന്ന കാലഘട്ടത്തിലെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. അത് ഈ മകന് മനസ്സിലാവുമോ? 12 മക്കളുള്ള കുടുംബത്തിൽ വളർന്ന അപ്പൻ തൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടത ഈ മകനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഈ മകന് മനസ്സിലാവുമോ? അവൻ കണ്ടിട്ടുണ്ടോ? അവൻ കേട്ടിട്ടുണ്ടോ? കാണാത്തതും കേൾക്കാത്തതുമായ കാര്യം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകുമോ? എന്നിട്ട് നമ്മുടെ ചോദ്യം ഉണ്ടല്ലോ, എന്തിൻ്റെയൊക്കെ കുറവാടാ? ചോദ്യമൊക്കെ കൊള്ളാം. എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, എങ്ങനെയാണ് ഒരു തലമുറ വളരേണ്ടത്? ഈശോയെക്കുറിച്ച് വചനം പറയുന്നു, യേശു ജ്ഞാനത്തിൽ വളർന്നു. ജ്ഞാനം, വിസ്ഡം. എന്താ ഈ ജ്ഞാനം എന്ന് പറഞ്ഞാൽ? തിരുവചനത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ബൈബിൾ തുറന്നൊന്ന് വായിക്കാം. സുഭാഷിതങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 6-ാം തിരുവചനം. എന്തെന്നാൽ കർത്താവ് ജ്ഞാനം നൽകുന്നു, അവിടുത്തെ വചനത്തിൽ നിന്ന് അറിവും വിവേകവും പുറപ്പെടുന്നു. ഒരു കാര്യം മനസ്സിലായല്ലോ, ജ്ഞാനം അത് ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്നു, മൊബൈലിൽ നിന്നല്ലെന്ന്, ഈ ലോക വിവരങ്ങളിൽ നിന്നല്ല. കണക്കും സയൻസും ബയോളജിയും പഠിപ്പിക്കാൻ വേണ്ടി പല മാതാപിതാക്കളും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഞായറാഴ്ച പോലും കാറ്റഗിസത്തിന് വിടാതെ ട്യൂഷന് വിടുന്നു അല്ലേ, പല പല കോച്ചിങ്ങുകൾക്ക് വിടുന്നു. നല്ല കാര്യം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, അടിസ്ഥാനപരമായ ജ്ഞാനം ലഭിക്കുന്നത് സ്വർഗസ്ഥനായ പിതാവിൽ നിന്നാണ്. ദൈവത്തോടുള്ള ബന്ധം, അതാണ് ജ്ഞാനം ഒരു വ്യക്തിക്ക് സമ്മാനിക്കുന്നത്. വീണ്ടും വായിച്ച് ധ്യാനിക്കാൻ മറ്റൊരു വചനം പറയാം. അത് സുഭാഷിതങ്ങളുടെ തന്നെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 7-ാം തിരുവചനം. ജ്ഞാനം സമ്പാദിക്കുകയാണ് സർവപ്രധാനം, എന്തും ത്യജിച്ചും ജ്ഞാനം സമ്പാദിക്കണം എന്ന് പറഞ്ഞ് എന്ത് മനസ്സിലായി? ബാക്കിയല്ല രണ്ടാമത്തെ കാര്യം. ആദ്യത്തെ കാര്യം എന്താണ്? ഈ ജ്ഞാനം എന്ന് പറഞ്ഞാൽ അത് ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്ന് കിട്ടണം. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മക്കളെ ഉണ്ടല്ലോ, എല്ലാ വർഷവും നിങ്ങളൊരു ധ്യാന കേന്ദ്രത്തിൽ പോയി ഒരു ധ്യാനം കൂടണം. ചിലരിങ്ങനെ നെറ്റ് ചുളിക്കുന്നുണ്ട്. അച്ഛാ, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഈ കാലഘട്ടത്തിൽ യൂട്യൂബിലൊക്കെ ഇതെല്ലാം പ്രസംഗങ്ങൾ അവൈലബിൾ ആണല്ലോ. എന്തിനാണ് ധ്യാന കേന്ദ്രത്തിൽ പോയിരുന്ന് ധ്യാനം കൂടുന്നത്? എന്തിനാണെന്നറിയോ? ഒരു കുടുംബം ഒരുമിച്ച് ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി ഇരിക്കുക. നിങ്ങളൊക്കെ ഒത്തിരി യാത്ര ചെയ്യുന്നവരല്ലേ. ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി ഇരിക്കുക, ഒരു 4-5 ദിവസം മാറി നിൽക്കുക. അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ തന്നെ ആ കുടുംബത്തിലേക്ക് വലിയൊരു അനുഗ്രഹം ഉണ്ടെന്ന്. പ്രത്യേകിച്ച് വീട്ടിൽ നിന്ന് മാറി നിൽക്കുവാണ്. വീട്ടിൽ നിന്ന് മാറി നിന്ന് ഒരു കുടുംബം മുഴുവൻ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപക്ഷെ അവർക്കെല്ലാം ഒന്നും മനസ്സിലാകത്തില്ല.
ചിലപ്പോൾ കുഞ്ഞുങ്ങൾ കരയും, അവർ ഓടി നടക്കും, ബഹളം വയ്ക്കും, വെച്ചോട്ടെ. എന്നാലും ഒരു ധ്യാന കേന്ദ്രത്തിൻ്റെ അഭിഷേകമുള്ള അന്തരീക്ഷത്തിൽ വന്ന് ഒരു 4-5 ദിവസം യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ കൃപ അവരുടെ ഉള്ളിലുണ്ടെങ്കിലുണ്ടല്ലോ, പിന്നീട് അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അവർ തളർന്നു പോകത്തില്ല. അവരുടെ ഉള്ളിൽ അവർ പ്രാർത്ഥിച്ച ബലം ഉള്ളിൽ കിടക്കും, പ്രാർത്ഥിച്ച ബലം ഉള്ളിൽ കിടക്കും. അനേക വ്യക്തികളുടെ സാക്ഷികൾ ഞാൻ കേട്ടിട്ടുണ്ട്. അച്ഛാ, ചെറുപ്പത്തിൽ എൻ്റെ അമ്മ എന്നെ ഇന്ന ധ്യാന കേന്ദ്രത്തിൽ കൊണ്ടുപോയി പ്രാർത്ഥിപ്പിക്കുമായിരുന്നു. കരഞ്ഞുകൊണ്ടിരുന്ന എന്നെയും പിടിച്ചുകൊണ്ട് പോകും. അച്ഛാ, എനിക്ക് വലിയ ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു, പക്ഷേ എൻ്റെ അമ്മ കൊണ്ടുപോകുമായിരുന്നു. അന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ബലമാണ് അച്ഛാ എൻ്റെ ഉള്ളിലുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇത് കേൾക്കുന്ന മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. മാതാപിതാക്കളെ, വർഷത്തിൽ ഒരു ധ്യാനം, ജ്ഞാനം എന്ന് പറയുന്നത് സ്വർഗസ്ഥനായ പിതാവ് സമ്മാനിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ അതൊരു തീരുമാനമായിട്ടെടുക്കണം. നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ ഇഷ്ടം പോലെ ധ്യാന കേന്ദ്രങ്ങളുണ്ട്. ഏതെങ്കിലുമൊക്കെ ധ്യാന കേന്ദ്രങ്ങൾ മാറി മാറി എല്ലാ വർഷവും പോയിരുന്നൊരു ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുക. ജ്ഞാനത്തിൽ. രണ്ടാമത്തത് ഏതാ? പ്രായത്തിൽ. പ്രായം, ഇൻ ഇയേഴ്സ്. 8ാം ക്ലാസ്സിലുള്ള മകളോട് അമ്മ പറയുകയാണ്, എടീ, നീ പഴയ 2ാം ക്ലാസ്സുകാരിയല്ല, നീ 8ാം ക്ലാസ്സിലെത്തി എന്ന് പറഞ്ഞ എന്ത് മനസ്സിലായി? അതായത് 2 വയസ്സുള്ള 2ാം ക്ലാസ്സുകാരിയിൽ നിന്നോ അല്ലെങ്കിൽ 2 വയസ്സുള്ളൊരു കുട്ടിയിൽ നിന്നോ പ്രതീക്ഷിക്കുന്നതല്ല. 8ാം ക്ലാസ്സിൽ 8 വയസ്സിലെത്തുമ്പോൾ ഓരോ വർഷവും വളരുമ്പോൾ നമ്മുടെ മാറ്റം, മച്യൂരിറ്റി എന്ന് പറയും, അത് മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ സ്വഭാവത്തിൽ വ്യത്യാസം, അല്ലേ? കല്യാണം കഴിച്ചു കഴിയുമ്പോൾ ഒറ്റയ്ക്ക് നടന്നിരുന്നവരുടെ സ്വഭാവത്തിൽ മാറ്റം, ആ മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. വളർച്ചയിൽ, മച്യൂരിറ്റി, പക്വതയിൽ വളരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രീതിയിൽ എന്ന് പറഞ്ഞാൽ ദൈവകാര്യങ്ങളോടുള്ള വിശ്വസ്തത, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ശൈലി, കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ശൈലി, വ്യക്തിപരമായിട്ട് ജപമാല ചൊല്ലുന്ന ശൈലി എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള ബഹുമാനം, ബന്ധം. 4ാമത്തെ കാര്യം, മനുഷ്യരുടെ പ്രീതിയിലും വളരുന്നു. മനുഷ്യരുടെ പ്രീതിയിൽ, മനുഷ്യരോട് ബഹുമാനിക്കാൻ. മാതാപിതാക്കളെ മാത്രമല്ല, മുതിർന്നവരെ ബഹുമാനിക്കാൻ. പണ്ടൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ, ഒരു മുതിർന്ന ഒരാൾ വരുമ്പോഴത്തേക്ക് പ്രായം കുറഞ്ഞ ഒരാളാണെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിന്ന് കൊടുക്കും, ബഹുമാനിക്കും. ഇപ്പോഴോ കാലം മാറി. ഇപ്പോൾ നമ്മളൊരു വൈദികൻ എന്ന നിലയിൽ ഒരു വീട്ടിലോട്ട് ചെല്ലുമ്പോൾ വീട്ടിലെ മകൻ അവിടെ ഇരുന്നുകൊണ്ട് ഇയർഫോൺ വെച്ചുകൊണ്ട് പാട്ടും കേട്ടോണ്ടിരിക്കുന്നു. കണ്ടു കഴിയുമ്പോൾ ഇയർഫോൺ ഇങ്ങോട്ട് മാറ്റി ഹായ് ഫാദർ എന്ന് പറയുന്നു, വീണ്ടും ചെവിയിലോട്ട് ഇതിങ്ങനെ കയറ്റി വെക്കുന്നു. ഒന്ന് എഴുന്നേക്കാൻ പോലെയുള്ള ഒരു മര്യാദ പലപ്പോഴും കാണുന്നില്ലല്ലോ. പറഞ്ഞു വരുന്നത്, ബഹുമാനം ഈ കാലഘട്ടത്തിലെ തലമുറയിൽ കുറയുന്നുണ്ടെങ്കിൽ ഈശോ പറയുന്നു, നമ്മുടെ ബഹുമാന രീതികളെ അല്പം കൂടെ ശ്രദ്ധിക്കണം. ദൈവം അത്ഭുതകരമായി അനുഗ്രഹിച്ചിട്ടുള്ളൊരു തലമുറയാണ് ഈ കാലഘട്ടത്തിൽ വളരുന്നത്. അവരെല്ലാ കാര്യത്തിലും അനുഗ്രഹിക്കപ്പെടാൻ എല്ലാവരുടെയും പ്രാർത്ഥന അത്യന്താപേക്ഷിതമാണ്. മക്കളെ കുറ്റം പറയാനല്ല, അവരെ വഴിമാറ്റി നിർത്താനല്ല, ഈ തലമുറ നശിച്ചതാണെന്നും പറഞ്ഞുകൊണ്ട് അവരെ മാറ്റി നിർത്തി കുറ്റം പറയാനല്ല, മറിച്ച് അവരെ ചേർത്ത് പിടിക്കാൻ ഈശോ വളർന്നതുപോലെ ജ്ഞാനത്തിലും പ്രായത്തിലും മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും പ്രീതിയിലും വളരാനുമുള്ള വലിയൊരു മനസ്സ്. ഈ ശുശ്രൂഷയിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. അടുത്ത ശുശ്രൂഷ, ഈ ആരാധന ശുശ്രൂഷ കുടുംബം ഒരുമിച്ച് മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. ഈ കാലഘട്ടത്തിൽ മക്കൾ വളരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ദൈവത്തിൻ്റെ അനുഗ്രഹം അവരിൽ നിറയപ്പെടാൻ നമുക്കൊരുമിച്ച് ഈ ആരാധന ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കാം. ആമേൻ, ആമേൻ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന.
കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ആരാധന ശുശ്രൂഷ സമയത്ത് ഞങ്ങളുടെ കുടുംബങ്ങളില്, ഞങ്ങളുടെ മക്കളില് വലിയ അഭിഷേകം നിറയപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ പരിശുദ്ധ ആരാധന നമ്മുടെ കുടുംബത്തിലേക്ക് കർത്താവ് നൽകുന്ന വലിയ സമ്മാനമാണ്. ഈ ആരാധന സമയം നമ്മുടെ മക്കളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന പഠിക്കുന്ന കുട്ടികൾ, നിങ്ങൾ നിങ്ങളുടെ 2 കരങ്ങളും ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുക. മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ 2 കരങ്ങളും നിങ്ങൾ അൾത്താരയിലേക്ക് നീട്ടിപ്പിടിക്കുക. ഈ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മക്കളുടെ മുഖം മനസ്സിൽ കാണണം. പഠനത്തിനും ജോലിക്കൊക്കെയായി പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടാവും. ഈ സമയം നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈ പരിശുദ്ധ അൾത്താരിൽ നിന്നൊഴുകുന്ന അഭിഷേകം ആ മക്കളിലേക്ക് കടന്നു ചെല്ലട്ടെ. യേശു ഈ ഭൂമിയിൽ ജീവിച്ചത് ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലുമാണ്. ലൂക്കാസ് വിശേഷം 2-ാം അധ്യായം 52-ാം തിരുവചനം. ഈ വചനത്തിൻ്റെ ശക്തിയാൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മക്കളിലുള്ള എല്ലാ ദുശീലങ്ങൾ എടുത്തു മാറ്റുവാൻ, അനുസരണത്തിൻ്റെ ആത്മാവിന് ലഭിക്കുവാൻ, തെറ്റായ സ്നേഹബന്ധങ്ങളിൽ നിന്ന് വിടുതൽ ലഭിക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ വളരുവാൻ ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ ജ്ഞാനം ഈ മക്കൾക്ക് ലഭിക്കണമേ. കർത്താവ്, ഇടപെടണമേ. ഓ കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജ്ഞാനം നിറയട്ടെ. ജ്ഞാനം പകരണമേ, പകരണമേ, ജ്ഞാനം പകരണമേ. ഓ പരിശുദ്ധാത്മാവേ, ജ്ഞാനം പകരണമേ, പകരണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ജ്ഞാനം പകരണമേ. ദൈവമക്കളിലേക്ക് ജ്ഞാനം പകരണമേ. അഭിഷേകം വെളിപ്പെടട്ടെ. ജ്ഞാനം പകരണമേ. എല്ലാ കെട്ടുകളും അഴിയട്ടെ. ഈ പ്രാർത്ഥനാ ശുശ്രൂഷ സമയത്ത് മൊബൈൽ ഫോണിന്റെ അഡിക്ഷൻ മാറട്ടെ. പൈശാചിക സ്വഭാവങ്ങൾ മാറട്ടെ. തിന്മയുടെ കെട്ടുകൾ അഴിയട്ടെ. പരിശുദ്ധാത്മ സ്നേഹബന്ധം നിറയട്ടെ. ജീവിതത്തിൽ അഭിഷേകത്താൽ നിറയപ്പെടട്ടെ. ഓ പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷ സമയത്ത് എല്ലാ പൈശാചിക പീഡകളും മക്കളിൽ നിന്ന് വിട്ടുമാറാൻ ഈ പ്രാർത്ഥനാ സമയം എല്ലാവരും ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവേ, മക്കളിലേക്ക് അഭിഷേകം കടന്നു ചെല്ലട്ടെ. യേശു ജീവിച്ചതുപോലെ ഈ മക്കളും ജീവിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പഠന മേഖലകളിൽ ശ്രദ്ധയില്ലാത്ത കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഈ സമയത്ത് പരിശുദ്ധാത്മ അഭിഷേകത്താൽ ശ്രദ്ധയുള്ളവരായി മാറട്ടെ. തെറ്റായ സ്നേഹബന്ധങ്ങൾ പരിശുദ്ധാത്മ വിശുദ്ധീകരിക്കട്ടെ. ഒരു പുതിയ അഭിഷേകം ലഭിക്കപ്പെടട്ടെ. 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ആത്മാവേ, ആത്മാവേ, എല്ലാവരും വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മാവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ശുശ്രൂഷ സമയത്ത് നമ്മൾ വിശ്വസിച്ച് ഏറ്റെടുക്കുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹമാണ് ഈ മക്കൾക്ക് ഈ കാലഘട്ടത്തിൽ വേണ്ടത്. നമുക്ക് ആഗ്രഹിക്കാം, ദൈവമേ, ഈ മക്കളെ ചേർത്ത് പിടിക്കണമേ. ഈ മക്കൾക്ക് ഏതെങ്കിലും രോഗപീഠകളുണ്ടെങ്കിൽ യേശു നൽകുന്ന വലിയ സ്നേഹം സൗഖ്യമായിട്ട് മാറട്ടെ. ഈ മക്കൾക്ക് എന്തെങ്കിലും ദുഃഖമുണ്ടെങ്കിൽ ആ ദുഃഖം കർത്താവ് എടുത്ത് മാറ്റട്ടെ. ഈ മക്കൾക്ക് വലിയ സന്തോഷത്തോടെ ഈ കാലഘട്ടത്തിൻ്റെ അനുഗ്രഹമായിട്ട് മാറാൻ ഈ തലമുറയെ കർത്താവെ അനുഗ്രഹിക്കണമേ. ആ വലിയ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുന്നിടങ്ങളിൽ കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്വീകരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ജ്ഞാനം നൽകണമേ, ജ്ഞാനം നൽകണമേ രക്ഷകനീശോയേ. ജ്ഞാനം നൽകണമേ, ജ്ഞാനം നൽകണമേ, ജ്ഞാനം നൽകണമേ രക്ഷകനീശോയേ. കൃപകൾ നൽകണമേ, കൃപകൾ നൽകണമേ, കൃപകൾ നൽകണമേ
രക്ഷകനീശോയേ